ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായ ഒരു ആട്ടിടയ ചെറുക്കനുണ്ടായിരുന്നു. ആ ആട്ടിടയ ചെറുക്കനെ തേടി ഒരു ദിവസം ശമൂവേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ വരികയാണ്. ദൈവത്തിൽ നിന്നുള്ള ശബ്ദം കേട്ട് ആ പ്രവാചകൻ അവൻ്റെ വീട്ടിൽ വന്ന് അവനെ രാജാവായി അഭിഷേകം ചെയ്തു. പുറത്താരും അറിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്ക് അറിയത്തില്ല ഈ പ്രവാചകൻ ഇപ്രകാരം ചെയ്ത വിവരം. അവൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയാവൂ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു അത്. അവൻ്റെ ഭാവി രാജാവായി തീരുവാനുള്ള ഒരു നിയോഗമാണ്. എന്നാൽ ഈ ആട്ടിടയ ചെറുക്കൻ്റെ തുടർന്നുള്ള ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കഷ്ടതകളിലൂടെ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ന ഈ ആട്ടിടയ ബാലൻ അന്നത്തെ രാജാവായ ശൗലിനാൽ ഒത്തിരി ഉപദ്രവങ്ങൾ നേരിട്ടു. ശൗൽ പലപ്പോഴായി അവനെ കൊല്ലുവാൻ വേണ്ടി നോക്കി. ഒരിക്കൽ ദാവീദ് ഇപ്രകാരം പറയുകയുണ്ടായി, എനിക്കും മരണത്തിനുമിടയിൽ ഒരടി നീളം മാത്രമേ ഉള്ളൂ. അത്രമാത്രം മരണത്തെ മുഖാമുഖം കണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, ദൈവിക നിയോഗങ്ങൾ നിറവേറുമോ എന്ന് തോന്നുമാറാക്കുന്ന പ്രത്യേക അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കയറുവാൻ തടസ്സമായുള്ള പല പ്രശ്നങ്ങളിൽ നിങ്ങളായിരിക്കുകയാണോ? പല പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയരുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഉയർന്നാലും അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്ക് പോകുവാൻ കഴിയത്തില്ല, എൻ്റെ കുടുംബക്കാരും ഒരു പരിധിക്കപ്പുറം പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ സാധ്യതകളുള്ളൂ, ഇത്രയേ സാമ്പത്തിക ശേഷിയുള്ളൂ, അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം പോകുവാൻ സാധിക്കത്തില്ല എന്ന ചിന്തയോടുകൂടെ ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ പരിധികൾക്കപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ദാവീദ് എന്ന ആട്ടിടയ ബാലൻ്റെ പ്രത്യേകത, അവൻ കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, യേശു കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവെ, അങ്ങ് വലിയവനാണ്, അങ്ങ് ഉന്നതനാണ്, അങ്ങ് സർവശക്തനാണെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ ആരാധിച്ചാട്ടെ. നിശ്ചയമായി നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും, വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തെ തേടി എത്തുവാൻ വേണ്ടി പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്. 1 പത്രോസ് 5:6 അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് ഈ ദിവസങ്ങൾ താണിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തക്ക സമയമുണ്ട്. ആ തക്ക സമയത്ത് ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. ദാവീദിനെ ദൈവത്തിൻ്റെ ഒരു ടൈമിൽ ദൈവം മാനിച്ചു. പ്രിയപ്പെട്ടവരെ, പരീക്ഷ എഴുതുവാനൊരു സമയമുണ്ട്, കൊയ്ത്തിന് ഒരു സമയമുണ്ട്, വിവാഹത്തിന് ഒരു സമയമുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുവാനൊരു സമയമുണ്ട്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. നിശ്ചയമായും ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ലോകമല്ല നിങ്ങളെ ഉയർത്തുന്നത്, സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ ഉയർത്തുവാനിടയായി തീരും. ഗോഡ് ബ്ലസ് യു.